ഹലോ ഹായ്, എല്ലാവർക്കും ആദൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുവാണോ? ആദൂട്ടി സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ ഫിസിയോതെറാപ്പി ഒക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. ആദൂട്ടി എന്താ അങ്ങോട്ട് നോക്കുന്നതെന്ന് അറിയാവോ? അവിടെ കഴുതയുണ്ട്, കഴുതേനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഫിസിയോതെറാപ്പി ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇന്നേ ഒരുപാട് താമസിച്ചു പോയി കേട്ടോ. കുറച്ച് നേരം ന്യൂസൊക്കെ കണ്ടിരുന്നു പോയി. അന്നേരം കുറച്ച് താമസിച്ചു പോയി ഫിസിയോതെറാപ്പിക്ക് പോവാനേ. ഇപ്പം മടിയിൽ നിന്ന് താഴെ ഇറങ്ങി ചാടിയേനെ. ഇപ്പം ഭയങ്കരമായിട്ട് മടിയിൽ നിന്ന് താഴെ ഇറങ്ങലൊക്കെയാണ്. ചാടി ഇറങ്ങലൊക്കെ വീണ് പോകും. വീണ് പോകും. ഞാൻ പറഞ്ഞേക്കാവേ. വീണ് പോകുവേ. ആദൂട്ടിക്കും പോയിട്ട് ഒരു ചിരിയും കളിയൊന്നും ഇല്ലായിരുന്നു. മോന്ത പീർപ്പിച്ച് വെച്ചേക്കുമായിരുന്നു. അപ്പൂസ് ഇല്ലാത്തതുകൊണ്ട് അപ്പൂസിന് പോളി എടുത്തിട്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ആദൂട്ടിക്ക് വലിയൊരു സന്തോഷമൊന്നുമില്ലായിരുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, നമ്മൾ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ പറയാണ്, ആദൂട്ടിനെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ആദൂട്ടിൻ്റെ വിശേഷം പറയുന്നുണ്ട്, അവരുടെ വിശേഷം പറയുന്നുണ്ട്. എല്ലാത്തിനും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ആദൂട്ടിക്ക് സന്തോഷമാണ്. എല്ലാവരും വിളിച്ച് ആദൂട്ടിയുടെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ ആദൂട്ടിക്കും ഒരുപാട് സന്തോഷമാണ്. സന്തോഷമല്ലേ? ആദൂട്ടിക്ക് ഒരുപാട് സന്തോഷമാണ്. എല്ലാവരും വിളിച്ച് ആദൂട്ടിയുടെ വിശേഷങ്ങളും ആദൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവർ വിളിച്ച് ആദൂട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും, ആദൂട്ടി എന്താ കഴിച്ചത്, ആദൂട്ടിക്ക് സുഖമാണോ, ആദൂട്ടിക്ക് എല്ലാ കാര്യങ്ങളും, എന്തൊക്കെ ഫുഡാണ് കൊടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും വിളിച്ച് നമ്മളോട് ചോദിക്കും കേട്ടോ. അപ്പോൾ ആദൂട്ടിയുടെ മാത്രമല്ല ഫാമിലിയുടെ കാര്യങ്ങളും എല്ലാവരും ചോദിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. ഇങ്ങനെ ഒരുപാട് പേര് വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. ഇതെന്ത് ഇവിടെ ഇരുന്ന തുണി ഇരുന്നിട്ട് പറയാതിരുന്നത്? അപ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ടും. ആദൂട്ടിയുടെ വലിയ ഫാനാണെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. കാരണം നമ്മൾ ഒരു വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കൂടിയതായിരുന്നു ഞാനും ആദ്യമായിട്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്നാണ് എനിക്ക് തോന്നിയതൊന്ന് യൂട്യൂബ് തുടങ്ങാമെന്ന് തോന്നിയത്. കാരണം എന്താണ്, നമുക്ക് എല്ലാവരും പറയുന്ന പോലെ തന്നെ നമുക്കൊരു വരുമാനവും ആകും, പിന്നെ ഒരു സന്തോഷം. വരുമാനത്തേക്കാളൊക്കെ ഉപരി ഇപ്പം നമ്മുടെ ആദൂട്ടി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഒരുപാട് പേര് വിളിക്കുമ്പോഴും വർത്തമാനം പറയുമ്പോഴൊക്കെ ആദൂട്ടി ഭയങ്കരമായിട്ട് അവരോട് വർത്തമാനം പറയും, ഒച്ചപ്പാടുണ്ടാക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അതാണ് അല്ലേ സന്തോഷമുള്ള കാര്യം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് കുറേ കോളുകൾ എടുക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് കോളുകൾ വരുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റണില്ല, എനിക്ക് തിരിച്ച് മറുപടി അയക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആരും വിചാരിക്കരുത് എനിക്ക് അഹങ്കാരമായിട്ടൊന്നും വിചാരിക്കരുത്. എനിക്ക് ആദൂട്ടിനെയും കൊണ്ട് ഫിസിയോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ഈ ഫിസിയോതെറാപ്പി സെൻറ്ററിൽ നിന്നായിരിക്കും കോള് വരുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ അവിടെ തെറാപ്പി സെൻറ്ററിൽ നിന്ന് അങ്ങനെ കാര്യങ്ങൾ ഒന്നും എടുക്കാനും പറയാനൊന്നും പറ്റിയല്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ എടുക്കാൻ പറ്റാത്തത്, കോൾ എടുക്കാൻ പറ്റാത്തത്. പിന്നെ ഞാൻ കുറേ കഴിയുമ്പോൾ തിരിച്ച് മറന്നുപോയില്ലെങ്കിൽ വിളിക്കും, മറന്നു പോവുകയാണെങ്കിൽ വിളിക്കുകയും ചെയ്യാറില്ല. അതുകൊണ്ട് ആർക്കും ഒന്നും തോന്നരുത് അല്ലേ, ആർക്കും എനിക്ക് അഹങ്കാരമായിട്ടൊന്നും തോന്നരുത്. സമയമില്ലാഞ്ഞിട്ടാണ് കേട്ടോ, അല്ലേ മുത്തേ? സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്. പിന്നെ വൈകുന്നേരം വരുന്ന കോളുകളും ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ലൈവുണ്ട്, ലൈവിൻ്റെ സമയത്ത് വിളിക്കുന്ന ഇന്നലെ കുറേ കോള് വന്നു, ഞാൻ എടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആര് വിളിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ സമയം അനുസരിച്ച് ഞാൻ തിരിച്ച് വിളിക്കും. ആർക്കും ഒന്നും തോന്നരുതേ, അല്ലേ മോനെ? പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി. അപ്പം ഞാനതിന് മറുപടി തരുന്നതായിരിക്കും കേട്ടോ. പെട്ടെന്ന് തന്നില്ലെങ്കിലും എല്ലാം സാവധാനമൊക്കെ മറുപടി തരുവേ. ഇന്ന് എന്നെ ചുമ പാല് കുടിച്ചതിൻ്റെയാണോ ഇനി ചുമ? ആണോ ആണോ വർത്താനം പറയാൻ വേണ്ടി നാക്ക് വർത്താനം പറയാൻ വേണ്ടി നാക്ക് കൊണ്ട് വരുന്നതാണ്. അങ്ങനെയാണ്, അതുകൊണ്ടാണ്. പിന്നെ ഒരുപാട് പേർക്ക് വീണ്ടും സംശയമുണ്ട് ആദൂട്ടിക്ക് ന്യൂറോ മെഡിസിൻ ഉണ്ടോയെന്ന്. ആദൂട്ടിക്ക് ന്യൂറോ മെഡിസിൻ ഉണ്ട്. ആദൂട്ടിക്ക് നമ്മുടെ ആദ്യത്തെ വീഡിയോയിലൊക്കെ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാകും. ഞാൻ ഈ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ആദൂട്ടിക്ക് ന്യൂറോ മെഡിസിൻ ഉണ്ട്. ന്യൂറോ മെഡിസിൻ കൊടുക്കുന്നത് ഷൊർണൂർ ഐക്കോൺസിൽ നിന്നാണ് കൊടുക്കുന്നത് കേട്ടോ, അല്ലേ? എന്ന് മരുന്ന് കുറേ കുടിക്കുന്നില്ലേ? അത് ഷൊർണൂർ ഐക്കോൺസിൽ നിന്നാണ് മരുന്ന് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദൂട്ടിക്ക് 1 മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ചെക്കപ്പ് ഉണ്ട്, നമ്മൾ പോകാറുണ്ട്. കുറേ ആയിട്ട് മുടങ്ങിയിരിക്കുമായിരുന്നു, ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ പോകാനായിട്ടുണ്ട്, അടുത്ത് തന്നെ പോകണം, അല്ലേ? പിന്നെ കുറേ പേരെ സംശയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് സ്ഥലം എന്നാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വയനാട്ടുകാരാണ്. വയനാട്ടിൽ നമുക്ക് ഡെയിലി കണ്ടിന്യൂ ഫിസിയോതെറാപ്പി കിട്ടിയല്ല.
അതെ, കണ്ടിന്യൂ ഫിസിയോതെറാപ്പി കിട്ടിയാൽ ആഴ്ചയിൽ 1-2 കിട്ടുള്ളൂ. നമ്മൾ ആദൂനെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ 1-2 ഫിസിയോതെറാപ്പി കിട്ടിയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഡെയിലി ഫിസിയോതെറാപ്പി വേണം. അപ്പോൾ നമുക്ക് അട്ടപ്പാടിയിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഫിസിയോതെറാപ്പി മുടങ്ങുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ വാടകയ്ക്ക് വീടെടുത്ത് നിന്ന് മോൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണ് അല്ലേ? മോൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണ് കേട്ടോ. ആ പിന്നെ കുറേ പേരുടെ സംശയമാണ് ആദൂട്ടിക്ക് ഫിസിയോതെറാപ്പി ചെയ്തിട്ട് മാറ്റം ഉണ്ടോയെന്ന്. ആദൂട്ടിക്ക് നമ്മളിപ്പം എല്ലാവർക്കും അറിയാം ഇത് പനിയോ ജലദോഷമോ അങ്ങനെയൊന്നുമല്ല, ഒരു മുറിഞ്ഞ മുറിവോ അങ്ങനെ ഒന്നുമല്ല. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെല്ലെ 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 ഓരോ സ്റ്റെപ്പായിട്ട് മാത്രമേ മാറ്റം വരുള്ളൂ. പെട്ടെന്ന് ഒറ്റയടിക്കൊന്നും ഒരു കാരണവശാലും മാറ്റം വരില്ല കേട്ടോ. മെല്ലെ 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 മാറ്റം വരുള്ളൂ അല്ലേ മുത്തേ? ആ അപ്പോൾ ആദൂട്ടിക്ക് മെല്ലെ 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 ഇപ്പം ഒരുപാട് മാറ്റം വരുന്നുണ്ട്. ഇപ്പം എല്ലാവരുടെയും പരാതി തീർന്നു കാണില്ലേ? രാവിലെ ചിരിക്കാത്ത കൊച്ചി ഇപ്പം ചിരിക്കുന്നത്. രാവിലെ എല്ലാവരും പറഞ്ഞില്ല നേരെ നോക്കി ചിരിക്കും കുഞ്ഞാന്ന്. ഇതിപ്പോൾ വർത്താനം പറയുന്ന അവിടെ ബാഗ് ഇരിപ്പുണ്ട്. ഇപ്പോൾ പോകുകയെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം മെല്ലെ മെല്ലെയാണ് മാറ്റം വരുള്ളൂ. പെട്ടെന്നൊന്നും മാറ്റം വരില്ല. നമ്മൾ ആർക്കേലൊക്കെ അങ്ങനെ ഒരു ധാരണയുണ്ട്, ഈ തെറ്റാണ് കേട്ടോ. നമ്മൾ മെല്ലെയാണ് ഫിസിയോതെറാപ്പിയിലൂടെ മാറ്റം വരുള്ളൂ. നമ്മൾ എന്തിനും ഒരു സമയമുണ്ടല്ലോ. അപ്പം ഇങ്ങനത്തെ ഇതൊക്കെ മാറണമെങ്കിൽ മെല്ലെ മെല്ലെ മാറി വരുള്ളൂ. ഒരുപാട് പിള്ളേർക്ക് മാറ്റം വരുന്നുണ്ട്, ഡെയിലി ഞാൻ കാണുന്നതാണ്. അപ്പോൾ നമ്മുടെ ആദൂട്ടിക്കും നല്ല മാറ്റം വരുന്നുണ്ട് അല്ലേ? അപ്പം ഇനി ആദൂട്ടിക്ക് ഇങ്ങനത്തെ മാറ്റമൊക്കെ വരട്ടെ അല്ലേ പറഞ്ഞാ? ഒപ്പത്തിന് ഇപ്പോൾ വർത്താനം പറയുന്നേ, വർത്താനം പറയാ. അപ്പോൾ നമ്മുടെ ആദൂട്ടിക്ക് ഇനി ഇങ്ങനത്തെ ഒരുപാട് മാറ്റം വരട്ടെ. പിന്നെ ആദൂട്ടിക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്, അതും ചോദിക്കുന്നുണ്ട്. സ്പെഷ്യലുണ്ട്, സ്പീച്ച് തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ ടീച്ചർ സ്പീച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ആദൂട്ടിക്ക് ചെയ്യുന്നുണ്ട്. ഡെയിലി പോകുന്നുണ്ട് കേട്ടോ. ഡെയിലി 9:30-9:45 ആശുപത്രിയിൽ പോകുന്നു. തിരിച്ചു വരുന്നത് എപ്പോഴാണ്? 12:30-1 മണിയാകുമ്പോഴാണ് തിരിച്ചു വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ ചെറിയ വീഡിയോകൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. എനിക്ക് ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നാളെ വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് വരാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്തിൽ മാത്രമേ ഞാൻ വീഡിയോ എടുക്കുന്നുള്ളൂ. മതി. ഞങ്ങളപ്പം എവിടെയെങ്കിലും പോകാനാണെന്ന് വിചാരിച്ചിട്ടേ ഉമ്മ തരുന്നത്. പിന്നെ എല്ലാവരുടെയും ചോദ്യമാണ് ആദൂട്ടി ഒറ്റ മോനേ ഉള്ളൂ എന്ന്. ആദൂട്ടി ഒറ്റ മോനല്ല. ആദൂട്ടിക്ക് ആരൊക്കെയുണ്ട്? മാളു ചേച്ചിയുണ്ട്, ഉണ്ണിച്ചേട്ടനുണ്ട്, ആദൂട്ടിക്ക് ഒരു ചേച്ചിയുണ്ട്. ചേച്ചി +1 ആയിരുന്നു, ഇനി +2ലേക്ക്. മോളുടെ പേര് തുഷാര എന്നാണ്. മാളു എന്ന് വിളിക്കും. കഴുതയാണ് കരയുന്നത് കേട്ടോ. മോള് കഴുത കരഞ്ഞിട്ട് നിർത്തിയതാണ്. മോള് +2ലേക്ക്. ഉണ്ണിക്കുട്ടൻ ഇനി 9ലേക്കാണ്. അവർ രണ്ടുപേരും അട്ടപ്പാടി തന്നെയാണ് പഠിക്കുന്നത്. ഇങ്ങോട്ട് മാറ്റി ചേർത്താണ് കേട്ടോ. അപ്പം അവർ ഒരുപാടങ്ങ് ആദ്യത്തെ വീഡിയോയിലേക്കുണ്ട്. അപ്പോൾ ഇനി തൊട്ട് മാളൂസും ഉണ്ണിക്കുട്ടനും നമ്മുടെ എല്ലാ വീഡിയോയിലും വന്നു കഴിഞ്ഞുണ്ടാവും. ഇപ്പോൾ അവർ എവിടെ ഇല്ല. ഇപ്പോൾ അവർ വയനാട്ടിൽ പോയതാണ് കേട്ടോ. താത്തിയുടെ കുഞ്ഞാ. അപ്പോൾ അവർ വയനാട്ടിൽ പോയതാണ്. അവർ ഇനിത്തെ എല്ലാ വീഡിയോയിലും മാളൂസും ഉണ്ണിക്കുഴയ്ക്കും ഉണ്ടാവും. പിന്നെ പിന്നത്തെ ചോദ്യം ആദൂട്ടിക്ക് അച്ഛനില്ലേന്ന്. ആദൂട്ടിക്ക് അച്ഛനുണ്ട്. ഇപ്പോൾ എല്ലാവരും കണ്ടു കാണും അതിലേക്കൂടെ നടന്നു പോകുന്നത്. അപ്പോൾ ആദൂട്ടിക്ക് അച്ഛനുണ്ട്. ആദൂട്ടിയുടെ അച്ഛൻ കരുനാഗപ്പള്ളിയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെയുണ്ട്, ലീവിന് വന്നിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇനി ആദൂട്ടിയുടെ അച്ഛൻ തിരിച്ചു പോകും. അപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളാണ് കേട്ടോ. അല്ലേ? എനിക്ക് ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. എനിക്ക് അതിനൊന്നും മറുപടി തരാൻ പറ്റുന്നില്ല. ഞാൻ ഹാർട്ട് ചിഹ്നം ഇട്ടിട്ട് ഇങ്ങനെ കുത്തി പോകുന്നേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഇരുന്ന് എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇട്ടിട്ട് പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരോടും ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിലർ ചോദിക്കുന്ന ആദൂട്ടിക്ക് എത്ര നാൾ തെറാപ്പി ചെയ്യേണ്ട വരും? ദൈവത്തിനെ അറിയത്തുള്ളൂ കേട്ടോ. മാറ്റം വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആദൂട്ടിക്ക് മാറ്റം വരുമെന്ന് ഇവിടുത്തെ നമ്മളെ തെറാപ്പിസ്റ്റും പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ട്. ആദൂട്ടിക്ക് മാറ്റം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഫിസിയോതെറാപ്പി ചെയ്തില്ലെങ്കിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആദൂട്ടിൻ്റെ കാലും കൈയൊക്കെ ഇങ്ങനെ നൂറുന്നാണ് ഇരിക്കുന്നത്. ഇതൊക്കെ ചുരുണ്ടുകൂടി വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഇത് കണ്ടോ, എല്ലാവരും കണ്ടറിയാം. ആദൂട്ടിയുടെ കൈയൊക്കെ ആദ്യം ഇങ്ങനെ വളഞ്ഞ് നാശമായിരുന്നു ഇരുന്നത്. ഇപ്പോൾ ആദൂട്ടിയുടെ കൈയും കാലൊക്കെ നേരെയാണ്. ഇതിപ്പോൾ ഒരു ഇച്ചിരി ഉറക്കക്ഷീണമായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. ആദൂട്ടി ഓൾറെഡി ഉഷാറാണ്. ആദൂട്ടി കമലാൻ തുടങ്ങിയിട്ടുണ്ട്. ആദൂട്ടി കമലാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഇപ്പം ഇച്ചിരി കുരുത്തക്കേടൊക്കെ ഉണ്ട്.
ഇച്ചിരി കുരുത്തങ്കേടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൂ. അതുകൂടി കമലാൻ തുടങ്ങിയിട്ടുണ്ട്, കമന്ന് കഴുത്തൊക്കെ പൊന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വന്നതിനേക്കാളും ഒരുപാട് മാറ്റം നമ്മുടെ ആദൂട്ടിക്ക് ഉണ്ട് അല്ലേ. അപ്പം ഒത്തിരി പേര് വിളിച്ചു ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങൾ, ഹോസ്പിറ്റലിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് പേര് വിളിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നമ്പർ അങ്ങനെ തരാൻ പറ്റത്തില്ല. ഇവിടെ വന്ന് കാണാനാണ് നമ്മുടെ തെറാപ്പിസ്റ്റ് പറഞ്ഞേക്കുന്നത്. വേണ്ടവർ വന്ന് കാണുക, ആർക്കും നമ്പർ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവനതൊരു ബുദ്ധിമുട്ടാവും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം. അപ്പം എന്തെങ്കിലും കാരണവശാൽ വരേണ്ടവരോ കാണിക്കേണ്ടവരോ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ അവനോട് ചോദിച്ചിട്ട് സമയമൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഒരുപാട് പേര് വിളിക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇനി ഇതിലുപരിയായിട്ട് ആദൂട്ടിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ഇട്ടാൽ മതി, തിരിച്ച് മറുപടി തരുന്നതായിരിക്കും കേട്ടോ. വേറെ എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, തിരിച്ച് മറുപടി തരുന്നതായിരിക്കും. ഇപ്പോൾ ആദൂട്ടിക്ക് അച്ഛനില്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആദൂട്ടിക്ക് അച്ഛനുണ്ട്. ഇപ്പോൾ ഇതിൽ നടന്നു പോയത് എല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ ആദൂട്ടിക്ക് അച്ഛനുണ്ട്. ആദൂട്ടിയുടെ അച്ഛൻ എന്തേ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ, അവിടെ ഇരിപ്പുണ്ട്. ആദൂട്ടിയുടെ അച്ഛൻ എന്തേ അവിടെ ഇരിപ്പുണ്ട്. അച്ഛയില്ലേ കൊച്ചിന്? ആ കണ്ടോ, കൊച്ചെന്നെ പറഞ്ഞു മറുപടി കേട്ടോ. അപ്പം ലൈവിലും എനിക്ക് ഇത്രയും വിശദമായിട്ടൊന്നും കാര്യങ്ങൾ പറയാൻ പറ്റണില്ല, അതുകൊണ്ടാണ്. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഇടയിലൊരു കമൻറ്റ് ഇട്ടാൽ മതി. സംശയമെങ്കിൽ ഞാൻ മറുപടി തരുന്നതായിരിക്കും. പിന്നെ ആദൂട്ടിക്ക് ജന്മനാ ഉള്ളതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുന്നുണ്ട്. ആദൂട്ടിക്ക് ജന്മനാ ഉള്ളതല്ല. ആദൂട്ടി ഉണ്ടായിട്ട് നമ്മുടെ കൈ തരുമ്പം ആദൂട്ടിക്ക് കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ച് അവരുടെ കയ്യിൽ നിന്ന് അവർ അപസ്മാരം വന്നു എന്ന് പറയുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് ആദൂട്ടിക്ക് ഇന്ന് വരെ വന്നിട്ടില്ല. അങ്ങനെ പറ്റിക്കാതാണ് ആദൂട്ടിക്ക്. ആദൂട്ടിക്ക് CP ആണ്, സെർബൽ പാൾസി എന്ന് പറയും. അത് കിടക്കുന്ന സെർബൽ പാൾസി അല്ല, വിറയോട് കൂടി നടക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ആദൂട്ടി ഡോക്ടർമാർ പറഞ്ഞ വിറയോട് കൂടി നടക്കും, നമുക്കത് പിന്നെ നേരെയാക്കി എടുക്കാം, ആദ്യം അവൻ നടക്കട്ടെ എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ആദൂട്ടിയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളും ഒക്കെ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നത്. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ആദൂട്ടിയുടെ പഴയ ഫോട്ടോസൊക്കെ വെച്ച് വീഡിയോ ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ആദൂട്ടിൻ്റെ പഴയ ഫോട്ടോസൊക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അടുത്ത ദിവസം തന്നെ നമ്മുടെ അടുത്തുള്ള വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അല്ല പൊന്നാ അല്ലേ? അയ്യോ അതിൻ്റെ ഇടയ്ക്ക് എന്തിനോ പിണങ്ങിയിട്ടോ, എന്തിനോ പൊതി മോദം വീർപ്പിച്ചു. ചോറ് തിന്നണം കേട്ടോ. ഇനി മീനൊക്കെ വറുത്ത് ചോറ് തിന്നണം. മീൻ വെള്ളത്തിൽ കിടക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു, അതാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് പേരുടെ സംശയങ്ങൾക്കുള്ള മറുപടിയായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, തിരിച്ച് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇങ്ങോട്ട് നോക്ക്, അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആദൂട്ടി അമ്മയും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.